NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് വെളിവ് നഷ്ടപ്പെട്ടെന്ന് എം മണി MLA. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. ശ്രീ പത്മനാഭപുരത്ത് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ചാണ് എം മണി MLA സമരപ്പന്തലിലെത്തിയത്. തുടർന്ന് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ച ശേഷമാണ് MLA മടങ്ങിയത്. അതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട്. അതിന്റെ നേതൃത്വത്തെ തിരുത്തിക്കുക, കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറെ സങ്കീർണ പ്രശ്നം. ഞാൻ എൻ്റെ അനുഭവം വെച്ചാണ്, ഞാൻ SNDP അംഗമാണ്. 58ാമത് വാർഷികം മുതൽ SNDPക്കകത്ത് നടന്ന കാര്യമെല്ലാം നിങ്ങൾക്കറിയാം. അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത സ്ഥാപനമാണ് ഇന്നത്തെ. വലിയ വിഷയമില്ല, എന്നാൽ തീരെ വിഷയമില്ലായിരിക്കും. ഇത് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതായതുകൊണ്ട് ഇതിന്റെ നേതൃത്വത്തിന്റെ ഒരു പിടിയിലായിരിക്കും എല്ലായ്പ്പോഴും പോവുക. അതങ്ങനെ പോകും. അങ്ങനെയുള്ള പ്രത്യേകത ഇതിനുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾക്കൊരു അംഗീകാരം തരണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ നിരാഹാര സമരം പ്രായോഗികമല്ല, ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താ ചോദിക്കുന്നത്, ഈ നിരാഹാര സമരം ഇരുന്ന് കഴിയുമ്പോൾ എന്റെ അനുഭവത്തിൽ ജയിച്ച നിരാഹാര സമരം ഒരു സമരമാണ് AKG നിരാഹാര സമരം. അത് AKG പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി. ഇന്നത്തെ ആളുകളൊന്നുമാണ് ആ കാര്യമൊന്നും അങ്ങനൊന്നും നടക്കുകയില്ല. നെഹ്റു ഇവിടെ സംഘടനയോടും PTJയോടും വിളിച്ചു പറഞ്ഞ പ്രശ്നം തീർത്ത് അയ്യപ്പൻകോവിലെ കുടിയൊഴിപ്പിക്കലാണ് വിഷയം, പരിഹാരത്തെ ഉണ്ടാക്കി പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തീർന്നത്. അല്ല, നിരാഹാര സമരം 90% പരാജയപ്പെടുകയും. എന്നോട് നിരാഹാര സമരം ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇത് മനസ്സിൽ വെച്ച് ഇതിന് ഒരുപാട് പരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. അതാണ് ഇപ്പൊ കണ്ടില്ലേ, യഥാർത്ഥത്തിൽ ഈഗോയുടെ പ്രശ്നമാണ്. അത് ഈ സമുദായ സംഘടനയ്ക്കകത്തുള്ള കുഴപ്പമാണ്. SNDPക്കകത്തുമുണ്ട്. SNDPക്കകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലെല്ലാം ഫൈറ്റ് ചെയ്യുന്നതിന് ഞാനും എന്നും നിന്നിട്ടുള്ള ഒരാളാണ്. അതങ്ങനെ പോകും. ഫൈറ്റ് ചെയ്തതിലും SNDP ആയിട്ട് പോകുന്നുണ്ട്. NSS ആയിട്ട് പോകും. അതല്ല ഞാൻ പറയാം, ഒരു സംഘടന ഇവിടെ ഇത്രയും വലിയ പ്രസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഒരു അംഗീകാരം തരണമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ളവരാണ് ചെയ്യുന്നത്. ഞാനാണ് തലയ്ക്ക് അതൊക്കെ പുള്ളിയൊക്കെ ഒരു ബുദ്ധി ലോകത്താണ്. അധികം പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ഏതായാലും നിങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കും. ഒന്നിച്ചു നിൽക്കുന്നു. ഹൈറേഞ്ചിലെ നായർ കൈവശത്തിരിക്കുന്ന പ്രവർത്തകരെ, അതിൻ്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ ഒറ്റയടിക്ക് നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാഹാര സമരം ഇപ്പൊ അവസാനിപ്പിക്കുക. എടുത്ത തീരുമാനം തികച്ചും സ്വാഗതമാണ്. നിരാഹാര സമരം ഇരിക്കുന്നു എന്നും എന്നോട് പറഞ്ഞപ്പോഴും എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമുള്ള ആളല്ല ആയിരുന്നു. കാരണം അത് ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം, അതിന്റെ സാധ്യതയുള്ളൂ. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് നിൽക്കുന്നു വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അതൊരു നിസ്സാര കാര്യമില്ല. ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ സംഘടനയുണ്ടെന്നും കുറെ ആളുകളുണ്ടെന്നും അതിൽ വിശ്വസിക്കുന്നവരുണ്ടെന്നും വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമില്ല. അതുകൊണ്ടാണ് ഐക്യം കൊണ്ട് പോവുക. ഞാൻ ഇവിടെ ഈ കെട്ടിടമെല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വെട്ടിത് പോയി. ആദ്യം വന്നപ്പോൾ ഇത്രയും വലിയ സാധനം ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അതിന്റെ ഉള്ളില് നിങ്ങളുടെ പരിശ്രമം 100% അഭിനന്ദനാണ് പോവാ. പക്ഷെ ഇത് അംഗീകരിക്കാനുള്ള വെളിവ് പിന്നെ നിങ്ങളുടെ നേതൃനിലയിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം.
അത് കാത്തിരുന്ന് കാണാം, നോക്കാം. തൽക്കാലം ഈ സമരം അവസാനിപ്പിക്കുക, നിങ്ങളുടെ ഐക്യം നിലനിർത്തി ഈ പ്രസ്ഥാനമായി മുന്നോട്ട് പോവുക. നിങ്ങളായി ഉണ്ടാക്കിയതാ, നിങ്ങൾക്കിട്ടേ സുഖം പറ്റുമല്ലോ. ഞാന് SNDPക്കകത്ത് പണ്ട് വലിയ പൈസകത്ത് കൂടിയാണ്. ഇതിന്റെ നിയമം അങ്ങനെ വള്ളിക്കെട്ട് നിയമം കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തത്. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നടത്തിവന്ന നിരാഹാര സമരം 7ാം ദിവസമായി ഇന്നലെ അവസാനിപ്പിച്ചു. എം എം മണി MLA നാരങ്ങാനീര് നൽകിയാണ് നിരാഹാര സമരത്തിന് സമാപ്തി കുറിച്ചത്. ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുമുള്ള ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ ബാധ്യതകൾ തീർക്കുന്ന ഉത്തരവാദിത്വവും ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളും പദ്ധതിക്കായി പണം ചെലവഴിച്ചിട്ടുള്ള ആളുകൾ തന്നെ ഏറ്റെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു പുതിയ ഫോറത്തിന് രൂപം നൽകി. പത്മനാഭപുരം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈറേഞ്ചിലെ നായർ സമൂഹം ഏറ്റെടുക്കുന്നതാണ്. നിലവിലുള്ള ബാധ്യതകൾ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ധനസമാഹരണം നടത്തുന്നതിന് നായർ സമുദായ അംഗങ്ങളുടെ ഈ യോഗം തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈറേഞ്ചിൽ നായർ സമുദായത്തിന്റെ നേതാവ് ശ്രീ ആർ മണിക്കുട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുവാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചു. അതോടൊപ്പം നമ്മുടെ ഈ സമരം അവസാനിപ്പിക്കണം, മണിക്കുട്ട സാറ് നിരാഹാരം അവസാനിപ്പിച്ച് എഴുന്നേൽക്കണം എന്നുള്ള അഭ്യർത്ഥന നമ്മോടൊപ്പം ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 27 മാസം നമ്മോടൊപ്പം നിന്ന ഉടുമ്പൻചോല MLA ആദരണീയനായ മണിയാസനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും സമരം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഹൈറേഞ്ചിലെ നായന്മാരുടെ മുഴുവൻ അഭ്യർത്ഥന മാനിച്ച് ഈ സമരം ആർ സുരേഷ് ചെയർമാനും KP രാജശേഖരപിള്ള സെക്രട്ടറിയുമായി 25-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. ശ്രീ പത്മനാഭപുരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും 2 മാസത്തിനകം കൊടുത്തു തീർത്തുകൊള്ളാമെന്നും പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കാവശ്യമായ മുഴുവൻ ഫണ്ടും സമാഹരിക്കാമെന്നും ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ നൽകി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിയൻ പ്രസിഡന്റ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. യോഗസ്ഥലത്ത് തന്നെ 12 ലക്ഷം രൂപയും 1/4 കോടിയോളം രൂപയുടെ വാഗ്ദാനങ്ങളും ലഭിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.